സംസ്ഥാനത്ത് എല്ലായിടത്തും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശക്തമായ മഴ തുടങ്ങിയിരിക്കുകയാണ്. മഴ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് 2 ദിവസത്തേക്ക് കൂടി മഴ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. മഴ കണക്കിലെടുത്ത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും അതിശക്തമായ കാറ്റുമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീനന്ദ, ഇന്നലെ രാത്രി മുതൽ തോരാതെ മഴ പെയ്യുകയാണല്ലോ തിരുവനന്തപുരത്ത്. ഇപ്പോൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടായിരിക്കുന്നു. ഒപ്പം സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി പറയൂ. തീർച്ചയായിട്ടും ഗൗതം, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇതുവരെയും മഴയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല. ഇന്ന് 8 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള എല്ലാ ജില്ലകളിലും അലേർട്ടുകളാണ് നൽകിയിരിക്കുന്നത്. രാവിലെ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ, ശക്തമായ കാറ്റുമുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ മഴ കനക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബേക്കറി ജംഗ്ഷനിലാണ്. ഇവിടെയും അതിശക്തമായ മഴയാണ്. രാവിലെ മുതൽ മഴയുണ്ടായിരുന്നു. രാത്രി തുടങ്ങിയ മഴയാണ്. ആ മഴയിൽ ഈ റോഡിൻ്റെ 3/4 ഭാഗവും വെള്ളത്തിനടിയിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ വരുന്നതൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ്. അത്രയും മഴയും അതുപോലെ തന്നെ വെള്ളവുമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. വളരെ മലിനമായ ജലമാണ്. നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു മഴ സമയത്ത് പകർച്ചവ്യാധികളൊക്കെ തന്നെ പകരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്രത്തോളമുള്ള ഒരു മലിനജലം ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഓടകൾ വൃത്തിയാക്കാത്തതും അതുപോലെ തന്നെ നേരായ രീതിയിൽ ഓടകൾ നിർമ്മാണ പ്രവർത്തനം നടക്കാത്തതുമാണ് ഈ ഒരു വെള്ളക്കെട്ടിന് കാരണം. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ മുഴുവൻ വെള്ളം നിറയും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് പൂജപ്പുര ശ്രീചിത്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മതിലിടിഞ്ഞ് വീണ് അവിടെയും ഒരു ഗതാഗത തടസ്സമുണ്ടായിരിക്കുകയാണ്. റോഡിലേക്ക് കല്ലും മണ്ണും എല്ലാം കൂട്ടി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഗതാഗത തടസ്സമുണ്ടായി. കുറച്ചു മുൻപാണ് തിരുവനന്തപുരം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതുപോലെ തന്നെ പൊന്മുടി എക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ശേഷം ഇന്ന് ഡാമുകൾ, അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴയ്ക്ക് യാതൊരുവിധ ശമനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് അടുത്ത 3 മണിക്കൂർ നൗകാസ്റ്റ് പ്രകാരം അടുത്ത 3 മണിക്കൂർ ഈ 8 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഈ അലേർട്ടുകൾ മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിലും 3 മണിക്കൂറിൽ പറയാൻ കഴിയാത്ത മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അലേർട്ടുകൾ മാറാനുള്ള സാധ്യത മാറുന്നത് പെട്ടെന്നായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ തവണയും ഈ ഒരു ബേക്കറി ജംഗ്ഷൻ അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലടിയിലാകുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നും സമാന സ്ഥിതി തന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗൗതം, തിരുവനന്തപുരത്ത് ശക്തമായ മഴ, ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു. ഇത് തിരുവനന്തപുരത്തെ മാത്രം ഒരു സാഹചര്യമല്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് ചിങ്ങമാസം തുടങ്ങി. ആ ഒരു സമയത്തൊക്കെ ചിങ്ങത്തിൻ്റെ ഒരു മുഴുവൻ അന്തരീക്ഷവും ഈ ചിങ്ങമാസത്തിൽ ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് നമുക്കറിയാം ചില വർഷങ്ങളിലൊക്കെ ചിങ്ങമാസത്തിലൊക്കെ കനത്ത മഴ പെയ്ത ഓണത്തിൻ്റെ മൂടൊക്കെ കളഞ്ഞിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ കന്നിമാസത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതിശക്തമായ മഴ വീണ്ടും തിരിച്ചെത്തുകയാണ്. അടുത്ത തുലാമഴ സാധാരണയായി ഇടിയോടുകൂടി പെയ്യുന്നതാണ്. ഒരുപക്ഷെ ആ തുലാമഴയാണോ ഈ കന്നിമാസത്തിൽ പെയ്യുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. ഏതായാലും ശക്തമായ മഴ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും കനത്ത ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം ഈ മഴക്കാലത്ത് റോഡിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സംഭവങ്ങൾ എല്ലാ ദിവസവും നമുക്ക് വാർത്തയായി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി സഞ്ചരിക്കേണ്ട സമയമാണ് മഴക്കാലം എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു.